ടെക്സ്ചർ നഷ്ടപ്പെടാതെ എങ്ങനെ സ്കിൻ സ്മൂത്ത് ചെയ്യാമെന്നാണ് ഈ വീഡിയോയിൽ നോക്കുന്നത്. അതിനായി നമ്മൾ ഇമേജ് ഓപ്പൺ ചെയ്യാം. ഈ ഓപ്പൺ ചെയ്തതിന് ശേഷം ആദ്യം സ്കിന്നിലുള്ള ഡോട്ട്സ്, പിമ്പിൾസ്, പിന്നെ അൺവാണ്ടഡ് ഹെയർസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളും ഒന്ന് റിമൂവ് ചെയ്യാം. ഈ ഡാർക്ക് മാർക്സ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതിന് വേണ്ടിയിട്ടൊരു ബ്ലാക്ക് വൈറ്റ് ലെയർ ഉണ്ടാക്കിയതിന് ശേഷം ഒരു എക്സ്ട്രാ ഒരു ലെയർ ഉണ്ടാക്കിയിട്ട് ഉണ്ടാക്കിയ ലെയറിനെ താഴേക്ക് വയ്ക്കുക. അത് റിമൂവ് എന്നൊരു നെയിം കൊടുക്കുക. ബ്ലാക്ക് വൈറ്റ് ആക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ ഡീറ്റെയിൽ ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടിയിട്ടാണ്. ഏതൊക്കെ റിമൂവ് ചെയ്യണമെന്ന് നോക്കിയാൽ മനസ്സിലാവും. പിന്നെ ഇത് കണ്ടൻ്റ് അവെയർ ആണോ എന്നുള്ളത് ഒന്ന് ഉറപ്പുവരുത്തുക. നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതാക്കി തന്നെ സ്കിൻ അൺവാണ്ടഡ് ഹെയറൊക്കെ ഒന്ന് റിമൂവ് ആയി കിട്ടും. അതേപോലെ ഡാർക്ക് മാർക്കും സ്പോട്ടുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്താൽ പെട്ടെന്ന് തന്നെ റിമൂവ് ആകും. കണ്ടൻ്റ് അവർ ഓൺ ആയതുകൊണ്ട് തന്നെ സ്കിന്നിൽ ടെക്സ്ചറും കാര്യങ്ങളും ഡീറ്റെയിലൊന്നും പെട്ടെന്ന് മാറ്റം ഉണ്ടാവില്ല. ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ലെയർ നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് വേണ്ട പോലെ കാണാൻ പറ്റുന്ന രീതിയിൽ ചെക്ക് ചെയ്യാം. ചെക്ക് ലെയറായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ ഡാർക്ക് മാർക്ക് വെക്കുന്നു. പെട്ടെന്ന് നല്ല ഡീറ്റെയിൽ ടൈം എടുത്ത് എല്ലാം നോക്കിയിട്ട് ഡീറ്റെയിലായിട്ട് തന്നെ ചെയ്യാം. പിന്നെ ഓവറായിട്ട് നിൽക്കുന്ന ഓവർ ബൾജ് ചെയ്ത് നിൽക്കുന്ന ടെക്സ്ചർ നമുക്ക് റിമൂവ് ചെയ്തെടുക്കാവുന്നതാണ്. ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന സ്ഥലങ്ങളിലെ ലൈറ്റ് ഇങ്ങനെ റിമൂവ് ചെയ്യരുത്. നമുക്ക് ഫോട്ടോനെ ബാധിക്കും. ഡെപ്തും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ആ ഹൈലൈറ്റ് കുറച്ചും കൂടി ഭംഗി വരും. അപ്പോൾ ബിഫോർ ആൻഡ് ആഫ്റ്റർ നോക്കാം. ചെയ്തിരിക്കും. കൺട്രോൾ E കൊടുത്താൽ നിറച്ചാവുന്നതാണ്. നിറച്ചതിന് ശേഷം അതിൻ്റെ 2 ഡ്യൂപ്ലിക്കേറ്റ് ലെയർ എടുക്കുക. അങ്ങനെ വലിച്ചിട്ട് 2 ഡ്യൂപ്ലിക്കേറ്റ് ലെയർ എടുക്കുക. താഴെയുള്ള ലെയറിന് കളർ എന്നും മുകളിൽ ടെക്സ്ചർ എന്നും നെയിം കൊടുക്കുക. ടെക്സ്ചർ എന്ന് കൊടുത്തതിന് ശേഷം ടെക്സ്ചർ ലെയർ ഓഫ് ചെയ്യുക. എന്നിട്ട് കളർ ലെയർ ഓപ്പൺ ചെയ്തിട്ട് നോയ്സിൽ ഡസ്റ്റ് ആൻഡ് സ്ക്രാച്ചസ് എന്നുള്ളത് എടുക്കുക. ഇത് നമുക്ക് വേണ്ടത് കളർ ലെയർ കളർ മാത്രം മതി. അപ്പോൾ ടെക്സ്ചർ നമുക്ക് മാക്സിമം ഇങ്ങനെ റേഡിയസ് കൂട്ടിയിട്ട് നോർമൽ 1 അത് നമ്മൾ കൂട്ടി ഒരു ആ ടെക്സ്ചർ മാക്സിമം മിസ്സാവുന്ന ഇതുവരെ ഒന്ന് കുറച്ചൊന്ന് കൂട്ടുക. അധികം കൂട്ടുകയും ചെയ്യരുത്. ഒരു 10 കൊടുത്തപ്പോൾ തന്നെ ഇമേജിൻ്റെ ടെക്സ്ചർ ഇതൊക്കെ പോയിട്ടുണ്ട്. ഈ ടെക്സ്ചർ ലെയർ ആക്കുമ്പോൾ നോർമലായിട്ടൊരു സെയിം ഇമേജ് വരും. ഇനി ടെക്സ്ചർ ലെയർ സെലക്ട് ചെയ്തിട്ട് സെലക്ട് ചെയ്ത് ഇമേജ് അപ്ലൈ ഇമേജ് കൊടുക്കുക. എന്നിട്ട് മെർജ്ഡ് എന്നുള്ളതിൽ നമ്മുടെ കളർ എന്നത് സെലക്ട് ചെയ്യാം. കളർ എന്ന ലെയർ നമ്മളവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ലെയർ സെലക്ട് ചെയ്യാം. എന്നിട്ട് ബ്ലെൻഡിങ് മോഡ് അത് സബ്സ്ട്രാക്റ്റ് എന്നത്, അതായത് കളർ എന്ന് സബ്സ്ട്രാക്റ്റ് ടെക്സ്ചർ മാത്രം എന്ന് സബ്സ്ട്രാക്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതിൽ സ്കെയിൽ വാല്യൂ ഓഫ്സെറ്റും 120 ആണ്. ചെക്ക് ഒന്ന് ഉറപ്പ് വരുത്തുക. എന്നിട്ട് ലീനിയർ ഹൈറ്റിലേക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ബ്ലെൻഡിങ് മോഡ് 2 സ്ഥലം സെലക്ട് ചെയ്ത് ഒരു ഗ്രൂപ്പായിട്ട് മാറ്റുക.
ഗ്രൂപ്പിന് വേണമെങ്കിൽ നമുക്ക് നെയിം ഒന്ന് കൊടുക്കാം. അവിടെ ഒരു സ്കിൻ സ്മൂത്ത് എന്നതായിട്ട് കൊടുക്കും. എന്നിട്ട് ഓക്കെ കൊടുക്കും. എന്നിട്ട് അത് ഓപ്പൺ ചെയ്തൊക്കെയാണ്. അപ്പോൾ അതിൽ ടെസ്റ്റ് ചെയ്യണമെന്നുള്ളൂ, കളർ എന്നതാണ്. അതിന് 2 ഫോൾഡർ ഉണ്ടായിരിക്കും. ഓഫ് ചെയ്താൽ കളർ മാത്രം ഒരു ഡീറ്റെയിൽ ഇല്ലാത്തതായിരിക്കും ഓപ്പൺ ചെയ്യുക. അതിൽ ഈ നമ്മൾ ചെയ്യേണ്ടത് സ്കിന്ന് മാക്സിമം ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അതായത് ഒരേ ഏരിയ സെലക്ട് ചെയ്തിട്ട് ഗോഷൻ ബ്ലർ കൊടുക്കുക. അപ്പോൾ എന്നിട്ട് അത് നമ്മൾ നേരത്തെ ഒരു കൊടുത്തതിൻ്റെ അത് നോയ്സ് റിമൂവ് ചെയ്യാൻ കൊടുത്തതിൻ്റെ 3 ഇരട്ടി കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് ക്ലിയറായിട്ട് റെഡിയായി കിട്ടും. അതിനകത്ത് 10 കൊടുത്തോണ്ട് ഇപ്പോൾ ഒരു 30 കൊടുക്കുകയാണെങ്കിൽ കറക്റ്റ് വാല്യൂ ആയിരിക്കും. പിന്നെ നമുക്കിങ്ങനെ ചെക്ക് ചെയ്ത് നോക്കാം എപ്പോഴാണോ സെറ്റ് ആവുന്നത്. ഇങ്ങനെ കൂട്ടി നോക്കുമ്പോൾ ആ സ്കിന്ന് എപ്പോഴാണോ 2 സ്കിന്നും കഴിഞ്ഞ് ബ്ലെൻഡ് കറക്റ്റ് ആകുന്നത് ആ സമയം ആ ഒരു വാല്യൂ ആണ് നമ്മൾ കൊടുക്കേണ്ടത്. ഇത് കുറച്ച് കൂടുതൽ കാരണം ഇങ്ങനെ വരുമ്പോൾ കൂടുതലാണ്, അപ്പോൾ സ്കിന്ന് നല്ലതായി പോകുന്നുണ്ട്. അപ്പോൾ മാക്സിമം കുറച്ചിട്ട് ചെയ്യാം. ഇങ്ങനെ ഒരേ ഈവൺ ആയിട്ടുള്ള സ്ഥലങ്ങൾ സെലക്ട് ചെയ്ത് അത് കൊടുക്കുക. കറക്റ്റായിട്ട് കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും ചെയ്ത് വെച്ചിട്ട് ഒന്ന് ബിഫോർ ആൻഡ് ആഫ്റ്റർ നോക്കുമ്പോൾ ഇങ്ങനെ വരും. സ്കിന്നിൻ്റെ ഓവറോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് റെഡി ആയിട്ടുണ്ട്. നല്ല സ്കിന്ന് സ്മൂത്തായിട്ടുണ്ട്. ടെസ്റ്റൊന്നും നഷ്ടപ്പെടാതെ നല്ല സ്മൂത്തായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇത്രയും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. സ്കിന്നിൻ്റെ ടെക്സ്ചർ അവിടെ തന്നെ ഉണ്ട്. എന്നാലും സ്കിന്നിന് സ്മൂത്തുമാണ്. ഡീറ്റെയിൽ നഷ്ടപ്പെടാതെ സ്മൂത്ത് ചെയ്യാൻ ഒരു നല്ലൊരു മാർഗ്ഗമാണിത്.
ഇനി മിക്സർ ബ്രഷ് ഉപയോഗിച്ച് ഇത് സാമ്പിൾ ലെയർ ഓഫ് ആക്കിയിട്ട് ചെറിയ ചെറിയ ഏരിയകൾ അത് ക്ലീൻ ബ്രഷ് ആക്കുക. എന്നിട്ട് ഹാർഡ്നെസ് 0 കൊണ്ടുവയ്ക്കുക. ഇനി ആ സ്മൂത്ത് ചെയ്ത ലെയറിൻ്റെ ഒരു കോപ്പി എടുക്കുക. താഴേക്ക് ഡ്രാഗ് ചെയ്തൊരു കോപ്പി വരുന്നതാണ്. എന്നിട്ട് മിക്സർ ബ്രഷ് ടൂൾ എടുത്തിട്ട് സാമ്പിൾ ലെയർ ഉള്ള ടിക്ക് കൊടുത്തിട്ട് ഓപ്പോസിറ്റ് കുറച്ചിട്ട് ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഉള്ള ടെക്സ്ചർ കുറച്ചും കൂടി ഒന്ന് എംഫോസ് ആയിട്ട് വരുന്നതാണ്. കുറച്ചും കൂടി ഡെപ്ത് കൂടിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റും. വേണ്ട സ്ഥലത്തൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ ഉള്ള ടെക്സ്ചർ ഒന്നുകൂടി ഒന്ന് പ്രൊജക്റ്റ് ചെയ്ത് എംബോസായി ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. കുറച്ചും കൂടെ റിയാലിറ്റിയിലേക്ക് വരും. പിന്നെ കുറച്ച് ഡോട്ട്സ് ആൻഡ് ബേൺ കാര്യങ്ങളൊക്കെ ചെയ്തൊക്കെയാണെങ്കിൽ കറക്റ്റ് ഡെപ്തും കാര്യങ്ങളും ആയിരിക്കും. അത് നമുക്കൊരു മറ്റൊരു വീഡിയോയിൽ ചെയ്യാം. ഹൈലൈറ്റ് കാര്യങ്ങൾ കൊടുക്കുമ്പോൾ കുറച്ചും കൂടെ സ്കിന്നിന് ഫേസ് കുറച്ചും കൂടി ഡെപ്തായിട്ട് കുറച്ച് ഡാർക്കൻ ചെയ്ത് ഡോട്ട് പോലെ ചെയ്തിരിക്കുകയാണെങ്കിൽ ഡീറ്റെയിൽഡായിട്ട് വീഡിയോ പിന്നീട് ജസ്റ്റ് ഒന്ന് ചെയ്യാം.